ഇന്നത്തെ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ യൂട്യൂബർ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. തൊപ്പിയുടെ ഡ്രൈവർ ജാബറിൽ നിന്നുമാണ് MDMA പിടിച്ചെടുത്തത്. ടോം കുര്യാക്കോസ് ഉണ്ട്. ടോം, നേരത്തെ ഇയാളെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു, അന്വേഷണമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ നീക്കം പോലീസിന്റെ? രഞ്ജിത്ത്, ഈ മാസം 16-നാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ തൊപ്പി എന്നറിയപ്പെടുന്ന നിഖാലിന്റെ തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഡാൻസർ സംഘം രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാസലഹരി പിടികൂടിയത്. അതായത് ഈ പാലാരിവട്ടം പോലീസ് ഇയാളുടെ ഫ്ളാറ്റിലാണ്, അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന യുവതികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും ഒളിവിൽ പോയിരുന്നു. ഈ കേസിലാണ് തൊപ്പിയും അതിന് തൊട്ടു പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി, എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്നാൽ നിഖാലിന്, അതായത് തൊപ്പി എന്നറിയപ്പെടുന്ന നിഖാലിനെതിരെ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല. മറ്റ് കൂടെ ഉണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ബാക്കി മറ്റുള്ളവർക്കെതിരെയാണ് കേസെടുത്തതെന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിഖാലിന്റെ, അതായത് തൊപ്പി എന്നറിയപ്പെടുന്ന നിഖാലിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ രാസലഹരി പിടികൂടിയത് എന്നതിനാൽ തന്നെ അയാൾക്ക് ഈ ലഹരി ഇടപാടിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിഖാലിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും നിലവിൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുകയാണ് നിഖാലും സുഹൃത്തുക്കളും. അതായത് 3 യുവതികളടക്കമുള്ള മറ്റ് 6 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത